ഇനി നമുക്ക് കോട്ടയത്തേക്ക് പോകുമ്പോൾ അവിടെ രണ്ട് അളിയന്മാരുടെ കഥയാണ് ഇനി പറയാനുള്ളത്. അളിയന്മാരുടെ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കോട്ടയം ജില്ലയിലെ എരുമേലി പഞ്ചായത്ത്. എരുമേലി പഞ്ചായത്തിലെ 11ാം വാർഡിലാണ് അളിയന്മാർ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം. ഒരാൾ LDFും മറ്റൊരാൾ UDFിനും വേണ്ടിയാണ് മത്സരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ആ വിശേഷം ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ വലതുവശത്തുള്ളത് അളിയൻ ജോസഫ് പുതിയത്ത്, എൻ്റെ ഇടതുവശത്തുള്ളത് അളിയൻ സിബി കൊറ്റാൻലൂർ. രണ്ടുപേരുടെയും മത്സരം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് എരുമേലി പഞ്ചായത്തിലെ 11ാം വാർഡ്. രണ്ട് അളിയന്മാർ തമ്മിലാണ് ഇവിടെ നേർക്കുനേർ മത്സരിക്കുന്നത്. ഇടതുപക്ഷവും വലതുപക്ഷവുമായി രണ്ട് ചേരികളിൽ നിന്നാണ് ഇവരുടെ മത്സരം. ഇവരുടെ വിശേഷങ്ങൾ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. രണ്ടളിയന്മാർ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ്. മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ എന്ത് തോന്നി? മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ അളിയനാണല്ലോ അപ്പറയെന്ന് ചിന്തിച്ചില്ല. അളിയൻ LDFിൻ്റെ ആളാണ്, LDFിൻ്റെ CPMൻ്റെ പ്രവർത്തകനാണ്. അപ്പം എനിക്കെതിരെ മത്സരിക്കുന്നത് CPMൻ്റെ പ്രവർത്തകനാണെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. തീർച്ചയായും അളിയനാണെന്നറിയാം. അത് കുടുംബത്തിൽ വരുമ്പോഴാണ്. കുടുംബത്തിൽ വരുമ്പോൾ ഞങ്ങൾ അളിയനുമാണ്. രാഷ്ട്രീയത്തിന് അളിയനില്ലല്ലോ. അപ്പം തീർച്ചയായും അളിയനോട് മത്സരിക്കുന്ന കാര്യത്തിൽ എനിക്ക് വൈമുഖ്യമൊന്നും ഉണ്ടായില്ല. അളിയനും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അളിയനോട് യാതൊരു കോംപ്രമൈസും ഇല്ല. നോ കോംപ്രമൈസ്. ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും. ശക്തമായ പോരാട്ടം ആണ് മത്സര രംഗത്ത് നടത്തുവാനായിട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും ആരോഗ്യപരമായ മത്സരം, അത് കുടുംബ ബന്ധങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ഈ മത്സര രംഗത്ത് സജീവമായിട്ട് മത്സരവുമായിട്ട് മുന്നോട്ട് പോകും. രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ തർക്കങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നവും സൃഷ്ടിച്ചിട്ടില്ല? നിങ്ങൾക്കിടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെയും ഉണ്ടാകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഉണ്ടാകിയാലെന്ന പൂർണ്ണമായ വിശ്വാസവുമുണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് പാർട്ടിയിലായത്? ഞാൻ നേരത്തെ മുതലേ എനിക്കൊരു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ഞാൻ കോൺഗ്രസ് കുടുംബത്തിലായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഫാദർ കോൺഗ്രസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഞാനും കോൺഗ്രസ്സിലായിരുന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവൻ കോൺഗ്രസ്സിലാണ്. പിന്നെ ഞാൻ കല്യാണം കഴിക്കുമ്പം അളിയൻ്റെ കുടുംബവും കോൺഗ്രസ്സിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അളിയൻ DYFയിലേക്ക് മാറുകയും, അന്ന് അളിയൻ ചെറുതായിരുന്നു, 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് അളിയൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു, DYFയിൽ ചേർന്നു, അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി ഒന്നും ശ്രമിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇച്ചിരി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് നടന്നിട്ടില്ല. അപ്പം അളിയൻ എന്നെ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. കാര്യം അളിയൻ അറിയാമല്ലോ, ഞാനിങ്ങനെയാണെന്ന് അറിയാമല്ലോ. അളിയൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ സൗഹാർദ്ദപരമായി എന്ന് വെച്ചാൽ രണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് എങ്ങനെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇതുവരെ പോയിട്ടുള്ളത്. പൊതുവിൽ നമ്മുടെ ഈ ഏരിയയിലും ഈ പമ്പാവാലി ഏരിയയിലും മൊത്തത്തിൽ രാഷ്ട്രീയപരമായ സംഘർഷങ്ങളൊന്നുമില്ല. എല്ലാവരും ഇലക്ഷൻ വരുന്ന സമയത്ത് അവരവരുടെ രാഷ്ട്രീയത്തിൽ കൃത്യമായി വിശ്വസിക്കുകയും അവിടെ വോട്ട് ചെയ്യുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. മറിച്ച് ഇലക്ഷൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, എല്ലാവരും നാട്ടുകാരാണ്, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതായത് അളിയനെ കിട്ടി വരുമ്പോൾ അളിയൻ CPM അല്ലായിരുന്നു, കോൺഗ്രസ് ഫാമിലി ആയിരുന്നു അളിയൻ പറയുന്നത്. എന്താണ് അളിയൻ പറഞ്ഞതുപോലെ തന്നെ സഹോദരി വിവാഹം കഴിച്ച് അയക്കുന്ന സമയത്ത് ഞാനും കോൺഗ്രസ് ഫാമിലിയിൽപ്പെട്ട ആളായിരുന്നു. പിന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് തോന്നിയ ഒരു ആഗ്രഹം കൊണ്ട് യുവജന സംഘടനയിലൂടെയാണ് ഞാൻ CPMയിലേക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്കും വരുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വന്നപ്പോൾ പാർട്ടി എനിക്ക് തന്ന ഒരു ചുമതലകളും ഉത്തരവാദിത്തങ്ങളും മുൻപ് മത്സരിക്കുവാനായിട്ട് തന്ന അവസരവും അത് എനിക്ക് ആ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനും മത്സരരംഗത്ത് നിലനിന്ന് പോകുവാനും കഴിഞ്ഞു. ഈ മത്സരിക്കാനൊക്കെ ഇങ്ങനെ രണ്ടുപേരോട് വരുമ്പോഴേ ഈ ഭാര്യമാർ മത്സരിക്കണോ വേണ്ടോ എന്നുള്ളൊരു ആശങ്ക പ്രകടിപ്പിച്ചോ? ഭാര്യമാരെങ്കിൽ കുടുംബത്തിൽ എൻ്റെ പെങ്ങൾ ആണെങ്കിലും അല്ലെങ്കിൽ അളിയൻ്റെ ഭാര്യയാണെങ്കിലും എൻ്റെ ഭാര്യയാണെങ്കിലും ഇത് വേണോ എന്നൊരു ആശങ്ക, ഒരു സംശയം അവർക്കുണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും, എനിക്ക് തോന്നിയ അളിയനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, മത്സരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിള്ളലും വീഴ്ത്താതെ സൗഹൃദങ്ങൾ നിലനിർത്തിക്കൊണ്ട്, എന്നാൽ മത്സരമായിട്ട് ഞങ്ങൾ ഇരുവരും കണ്ടുകൊണ്ട് മത്സര രംഗത്തേക്ക് കടന്നു വന്ന് പ്രവർത്തനങ്ങളുമായിട്ട് ജയിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാനും അളിയനും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയും. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ശത്രുക്കളായിരിക്കും, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ രണ്ടിടത്ത് നിന്ന് ഫൈറ്റ് ചെയ്യും. പക്ഷേ ഞങ്ങൾ കുടുംബത്തിലേക്ക് നിന്ന് കഴിയുമ്പം അതല്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. എന്തായാലും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് മത്സരരംഗത്ത് മുന്നോട്ട് പോകാനാണ് ഈ രണ്ട് അളിയന്മാരുടെയും തീരുമാനം. കോട്ടയത്തു നിന്നും സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്.